بسم الله الرحمن الرحيم الذين يأكلون الربا لا يقومون إلا كما يقوم الذي يتخبطه الشيطان من المس ذلك بأنهم قالوا إنما البيع مثل الربا وأحل الله البيع وحرم الربا فمن جاءه موعظة من ربه فانتهى فله ما سلف وأمره إلى الله ومن عاد فأولئك أصحاب النار هم فيها خالدون يمحق الله الربا ويربي الصدقات والله لا يحب كل كفار أثيم إن الذين آمنوا وعملوا الصالحات وأقاموا الصلاة وآتوا الزكاة لهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون. പലിശയുടെ എല്ലാ ഹുക്കുമുകളും അറിയുന്ന ഒരു മുസ്ലിം, അതിൻ്റെ വിധിവിലക്കുകൾ അറിയുന്ന ഒരാൾ വീട് വെക്കാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. അപ്പോൾ വീട് പണി കഴിഞ്ഞ് ഒരു തൗബ കൊണ്ട് അദ്ദേഹം രക്ഷപ്പെടുമോ? ഇല്ലെങ്കിൽ എന്താണ് വിധി? പിന്നെ പലിശ നിഷിദ്ധമാണെന്നും പലിശയുടെ അപകടവും നമ്മൾ മനസ്സിലാക്കി. ഇസ്ലാമിൽ പലിശ നിഷിദ്ധമാണ്. ഏത് നിലക്കായിട്ടുണ്ടെങ്കിലും പലിശ നിഷിദ്ധമാണ്. ചില സന്ദർഭങ്ങളിൽ ചിലർ പലിശക്ക് നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട്. ചിലരത് ഈ നിർബന്ധിതാവസ്ഥയെ ഒരു അയഞ്ഞ മനസ്സിൽ കാണും. അത് വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഈ നിഷിദ്ധമാണെന്ന് അറിയപ്പെട്ട, നിഷിദ്ധമാണെന്ന് തീർപ്പാക്കപ്പെട്ട ഒരു വിഷയം, അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക, പിന്നെ മാർഗങ്ങൾ ആരായുക എന്നുള്ളത് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയമാണ്. ഇവിടെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം. ഒരാൾക്ക് വീട് വെക്കൽ ഒരു അനിവാര്യതയാണ്, അതിൽ ഇഷ്കാലില്ല. പക്ഷേ ഈ വീട് വെക്കാൻ ഉള്ള അനിവാര്യത അതെത്രയാണ് എന്ന് അയാൾ അറിയേണ്ടതുണ്ട്. മാത്രമല്ല, വീട് വെക്കാൻ അയാൾ ഹലാലായ സമ്പാദ്യമാണ് അയാൾ അന്വേഷിക്കേണ്ടതും തേടേണ്ടതും തിരയേണ്ടതും. ആ ഹലാലായ വാതിലുകൾ അയാൾ അന്വേഷിച്ച് അയാളുടെ മുമ്പിൽ അത് അടക്കപ്പെട്ടതാണ്. ഒരനിവാര്യത അയാളെ പിടിച്ചു വലിക്കുകയാണ് ഒരു ലോൺ എടുക്കുവാൻ. അപ്പോഴും അയാൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇത് നിഷിദ്ധമാണ്, അനുഗ്രഹം കെട്ട കാശാണ്, ഞാനതിന് പോകാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. പക്ഷേ നിർബന്ധ സാഹചര്യങ്ങൾ ഇസ്ലാമിൽ നിഷിദ്ധങ്ങൾ അനുവദിക്കും. അതൊരു പൊതുത്താണ്. അദ്ദറൂറാത്ത് തുബീഹുൽ മഹ്ദൂറാത്ത്. നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങൾ അനുവദിക്കും. പക്ഷേ ഏതാണ് നിർബന്ധ സാഹചര്യം? എല്ലാവർക്കും തോന്നിയ രീതിയിലുള്ള നിർബന്ധ സാഹചര്യങ്ങളല്ല. പിന്നെയോ അദ്ദറൂറത്ത് തുഖദ്ദറു ബിഖദരിഹ. നിർബന്ധ സാഹചര്യങ്ങളെ കണക്കാക്കേണ്ടതുണ്ട്. അയാൾ അതിന് നിർബന്ധിതനാണോ? എത്രമാത്രമാണ് നിർബന്ധിതൻ? അങ്ങനെ ഒരു ലോൺ എടുക്കാൻ ഒരു നിർബന്ധ ഘട്ടത്തിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ അവിടെ വെച്ച് ആലോചിക്കണം. അയാൾ തൻ്റെ അവസ്ഥ വിവരമുള്ള ആളുകളോട് ചോദിക്കണം, അവതരിപ്പിക്കണം. ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണുള്ളത്, ഒരു വീട് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെയാണുള്ളത്, എൻ്റെ അനിവാര്യത ഇങ്ങനെയാണുള്ളത്, അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എനിക്കൊരു ലോണ് പറ്റുമോ, അനുവദനീയമാണെന്ന് അയാൾ വിവരമുള്ളവരോട് ചോദിക്കണം. അങ്ങനെ ആ ഒരു മസല, അതൊരു അവതരിപ്പിക്കട്ട മസലയാണ്. ആ മസലയിൽ അത് അറിവുള്ള വ്യക്തി, അയാളുടെ ഫത്വയാണ് അയാൾക്ക് അതിൽ പലിശ ലോൺ എടുക്കാമോ ഇല്ലേ എന്നുള്ളതിൽ ഒരു മതവിധി പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു തുറന്നിട്ട വാതിലല്ല ഒരിക്കലും. ഒരാളുടെ നിർബന്ധിതാവസ്ഥ എന്താണ്, അയാളുടെ സാഹചര്യം എന്താണ്, അയാൾ അനുവദനീയമായ കുറേ വേദികൾ അയാൾക്ക് തേടാനുണ്ട്, അതൊക്കെ തേടി, പക്ഷേ അതൊക്കെ അടങ്ങിയപ്പെട്ടതാണ്. ഇനി എനിക്കൊരു ലോൺ ഈ വിഷയത്തിലാകാമോ എന്നുള്ളത് അയാളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ട് അയാൾ ആളുകളോട്, അറിവുള്ളവരോട് ചോദിക്കേണ്ടതുണ്ട്. ചോദിച്ചിട്ട് അതിനനുസരിച്ചാണ് അത് ചെയ്യേണ്ടത്. അല്ലാതെ എല്ലാത്തിനും ലോൺ, എല്ലാ വലയിലും മൂപ്പര് ചെന്ന് ചാടും. മനസ്സിലായി? താമസിക്കാനൊരു വീട് അത് ഒരനിവാര്യതയാണ്, മനുഷ്യൻ്റെ അനിവാര്യ വിഷയമാണ്. പക്ഷേ പലപ്പോഴും ലോണിലും പലിശയിലും ചെന്ന് ചാടൽ എപ്പോഴാണ്?
മനുഷ്യന്മാർ തങ്ങളുടെ കൊക്കിൽ ഒതുങ്ങാത്തത് കൊത്താൻ പോകുമ്പോഴാണ്. മറ്റോന് 2 നിലയുണ്ട്, അയൽവാസിക്ക് 1 നിലയുണ്ട്, ഇവിടെ 2 നില അല്ലെങ്കിൽ അവിടെ എത്ര വലിപ്പമുണ്ട്, ഇവിടെ എത്ര വലിപ്പമില്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ. അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല മനുഷ്യന്മാരും ലോണിലും അതേപോലെ തന്നെ ഈ നിഷിദ്ധങ്ങളിലും ചെന്ന് ചാടും. അപ്പോൾ അതൊക്കെ നിർബന്ധ സാഹചര്യത്തിലാണെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ കൊണ്ടുപോയിട്ട് നാശത്തിലേക്ക് എറിയൽ തന്നെയാണ്, പലിശയിൽ ആപതിപ്പിക്കൽ തന്നെയാണ്. പലരുടെയും വിഷയങ്ങളിൽ ആ വിഷയങ്ങൾ പലിശയുമായി ബന്ധപ്പെട്ട് പിന്നെ തൗബയുടെ വിഷയത്തിൽ ചോദ്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അതാണ്. അത് അത്ര ഉണ്ടാക്കി, അത് ഇത്ര ഉണ്ടാക്കി, അത് അങ്ങനെ വേണ്ടി വന്ന്, അത് വാപ്പ അങ്ങനെ പറഞ്ഞ്, പെണ്ണുങ്ങൾ ഇങ്ങനെ ശാഠ്യം പിടിച്ച്, അത് കാരണന്മാരൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആകാൻ ഞാൻ പറ്റൂല, ഇങ്ങനെ മൂപ്പരെന്ത് ചെയ്യാണ്, ലോണിൽ പലിശയിൽ ചെന്നിട്ട് മൂപ്പര് ചാടലാണ്. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. അതേസമയം അയാൾ അനുവദനീയമായ അനിവാര്യമാണ് തനിക്കൊരു വീടുണ്ടാക്കൽ, അനുവദനീയമായ കുറേ വേദികൾ അയാൾ അന്വേഷിച്ച് തേടി, പക്ഷേ ആ വാതിലുകൾ അയാളുടെ മുമ്പിൽ അടക്കപ്പെട്ടതാണ്. ഇനി ഞാൻ എന്ത് എന്നുള്ളൊരവസ്ഥയിലെത്തിയപ്പോൾ അയാൾ തൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ച് ഒരു മതത്തിൽ അറിവുള്ളൊരു വ്യക്തിയോട് ചോദിച്ച്, ഞാൻ ഈ ഒരു ഘട്ടത്തിൽ എനിക്കൊരു ലോൺ ആകാമോ, അത് ആകാമോ ഇല്ലേ, അത് അയാളുടെ വിഷയം കേട്ട് അറിഞ്ഞ് സാഹചര്യം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഫത്വ നൽകപ്പെടേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു തആല ആലം. അസ്സലാമു അലൈക്കും.